അപ്പോൾ അജിത്തേട്ടന് ചാണകം കലക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുതിയ വീടുകളിലുള്ള ഒരു വിഷയമാണ് നമ്മൾ ഡ്രെയിനേജിൽ സ്മെല്ല് വരുന്നു എന്നുള്ളത്. അത് വീടുകളാകുമ്പോഴേ നമ്മള് ഡ്രെയിനേജിന്റെ കുഴികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഡ്രെയിനേജ് സ്റ്റോർ ചെയ്യാനുള്ള വാട്ടറെല്ലാം സ്റ്റോർ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ ബാക്ടീരിയ എന്ന് പറയുന്ന സാധനം എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ ബാക്ടീരിയ ആവാൻ കുറച്ച് ദിവസം പിടിക്കും. പെട്ടെന്ന് എന്താണ് ഉപയോഗത്തിന് വേണ്ടത് എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന രീതി തന്നെയാണ്. നമ്മളിവിടെ ബാക്ടീരിയനെ പെട്ടെന്ന് വരുത്താൻ വേണ്ടിയിട്ട് പിന്നെ പശുവിന്റെ ചാണകം അത് നമ്മൾ പിന്നെ നല്ലപോലെ വെള്ളം എടുത്തിട്ട് കലക്കിയിട്ട് അതിനകത്ത് ചണ്ടി ചോറൊക്കെ പുറത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ നല്ലോണം മിക്സ് ചെയ്തിട്ട് വേറെ ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളത് എന്താണ് എവിടുന്നാണ് സ്മെല്ല് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ടാങ്കിന്റെ ഇഷ്യൂസ് ഉള്ള എല്ലാ ഭാഗങ്ങളിലേക്കും ഡ്രെയിനേജ് തുറന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിക്കാം. അപ്പോൾ ഈ സ്മെല്ല് നമുക്ക് ആ പ്രശ്നങ്ങൾ പോവുകയും ചെയ്യും. ബാക്ടീരിയ കൂടുന്നതിനനുസരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രോബ്ലം തീരുകയും ചെയ്യും. അപ്പൊ നീ നേരെ ഒഴിക്കാം. അപ്പൊ ഇതുപോലുള്ള എല്ലാ ഡ്രെയിനേജ് പിറ്റിലേക്കും ഇതുപോലെ കലക്കിയിട്ട് ഒഴിക്കാം കേട്ടോ. ഒന്നുമില്ല, ജസ്റ്റ് ചാണകം കലക്കുക, ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വീടിന്റെ ചുറ്റുഭാഗം ഉണ്ടെങ്കിൽ ഏതൊക്കെ പിറ്റുകളുണ്ടോ അതിലേക്കൊക്കെ ഇതുപോലെ ചാണകം കലക്കി വയ്ക്കുക. ബാത്റൂമിൽ നിന്നൊക്കെ വരുന്ന എന്താ പറയുക ഡ്രെയിനേജ് വാട്ടറൊക്കെ ഇതുപോലെ അണുക്കളുമായി കണക്ട് ചെയ്തുകൊണ്ട് എന്താവും ആ സ്മെല്ല് അങ്ങോട്ട് ഇല്ലാണ്ടാവും. അതെ, ഓക്കെ. അപ്പൊ നമ്മൾ 1-2 ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒഴിക്കാണ്ടല്ലേ. അപ്പൊ നമ്മൾ വീണ്ടും മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിക്കുക. അപ്പൊ ഇത്ര ഉള്ളൂ കേട്ടോ. ഇതുപോലെ അജിത്തേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ സ്മെല്ല് പുതിയ വീടുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഇഷ്യൂ. അപ്പൊ നമ്മൾ ചാണകം കലക്കിയിട്ട് ഇതിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്മെല്ല് പോയി കിട്ടും.